ഹായ് ഗൈസ്, ഐ എം KK വിത്ത് റോസ്. പിന്നെ നമ്മുടെ സ്റ്റോൺ സ്റ്റോറീസിന്റെ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാ പ്രാവശ്യം പോലെ വ്യത്യസ്ത മേഖലയിലുള്ള ഓരോ ഗസ്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവരെ കേൾക്കുകയാണല്ലോ, അവിടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ്, അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത്. ഇപ്രാവശ്യം വന്നിരിക്കുന്നതും ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് അഡ്വക്കേറ്റ് നീതു കിരൺ. അഡ്വക്കേറ്റ് ആണെങ്കിലും പ്രൊഫഷൻ അതാണെങ്കിലും അവർ ചെയ്യുന്നത് വേറെ തൊഴിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് പറയാനുണ്ട്. അപ്പോൾ അവരെ കേൾക്കാം. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ആണ് പുള്ളിക്കാരി. സോ ടോപ്പിക്കുമായിട്ട് പ്രോപ്പറായിട്ട് കൺവേ ആവുന്ന ഒരാളാണ്. കാരണം നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലിയും രണ്ടും രണ്ടാണ്. എന്നെ സംബന്ധിച്ചത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ KK ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. സോ അബ്രോഡ് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം ഇതായിരിക്കും. ഹായ്, എൻ്റെ പേര് അഡ്വക്കേറ്റ് നീതു. ഞാനിവിടെ 8 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്. പക്ഷേ ലോയറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പ്രൊഫഷൻ വേറെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിംസ്, പിന്നെ റീൽസ് എടുക്കുക ഇൻസ്റ്റഗ്രാമിൽ, പിന്നെ സോഷ്യലൈസ് ആണ്, മിംഗ്ലിംഗ് ആയിട്ട് എല്ലാവരുമായിട്ട് നിൽക്കുക, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബീസ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം നമ്മുടെ കൂടെയുള്ള നീതു കിരണാണ്. നീതു കിരണിന് പറയാൻ ഒരുപാട് കാണുമായിരിക്കും, എന്നാൽ നമുക്ക് നീതു കിരണിലോട്ട് തന്നെ പോകാം. എന്താ പറയാനുള്ളതിനെ കുറിച്ച്? KK പറഞ്ഞതും റോസ് പറഞ്ഞ സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു 80% ആൾക്കാർ ചെയ്യുന്ന ജോലി വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണ്. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ ലോ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 years കോഴ്സാണ് ഞാൻ എടുത്ത് ലോ പഠിച്ചത്. അപ്പം ആ ഒരു 5 years എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകാൻ പറ്റുന്ന മാക്സിമം എന്താ പറയുക ഒരു പ്രഷറൈസും, പിന്നെ നമ്മുടെ ഫാമിലിയിലെ നമ്മൾ പഠിച്ച് എന്താവും എന്നുള്ള ഒരു കൺസേൺ എപ്പോഴും നമ്മുടെ പാരൻസിനുണ്ടാവും. അതുപോലെ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും അവര് ദൂരെ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്. ബിക്കോസ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിലാണ്. അപ്പം നമ്മൾ നോർമലി നമ്മൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. ലൈക്ക് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളൊരു ഫേം ഒബ്വിയസ്ലി ഉണ്ടാകും. അപ്പം ഞാൻ പോകുന്ന സമയത്തും അത് ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും ആദ്യം പാരൻസ് ഒന്ന് പോകണോ എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ഒരു കൺസേൺ അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊരു നമുക്ക് അറിയാലോ, നമ്മുടെ പാരൻസ് നമ്മളോടുള്ള ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ആക്ച്വലി പുറത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം പോയി കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ ആയി, സെക്കൻഡ് ഇയർ ആയി. അപ്പം അവിടെ നല്ല രീതിക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ജീവിക്കാം, അല്ല ഒരു ചീത്ത രീതിയിൽ പോകുന്നവർക്ക് അങ്ങനെയും ജീവിക്കാം. അപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്മൾ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് അതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ നിന്നു 5 വർഷം ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിരുന്നു, സ്ട്രഗിൾ ചെയ്തു, നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിലാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പ്രാക്ടീസ് എന്നുള്ള ഒരു ഇത് നമ്മുടെ ജീവിതത്തോട്ട് കയറുന്നത്. പ്രാക്ടീസ് ചെയ്തു. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോർട്ടിലാണ് അഡ്വക്കേറ്റ് ശ്രീരാ സതീഷ് സാറിനെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സാമിനേഷൻ ക്ലിയർ ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 years കണ്ടിന്യൂസ് ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ മാരേജ്. അങ്ങനെ മാരേജ് കഴിഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ വന്നു, മധ്യപ്രദേശ് ഭിലായിലാണ് ഞാൻ മാരേജ് ചെയ്ത് വന്നത്. അപ്പം അവിടെ വന്ന ശേഷം പിന്നെ ഞാൻ CBI കോർട്ടിൽ വർക്ക് ചെയ്തു. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നവരിപ്പം നമ്മുടെ ഇപ്പം ഒരു കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ല നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ. നീതു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഫോക്കസ് ഉണ്ട് ജീവിതത്തിൽ, ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ചിലവർക്ക് ഒരു പാഷൻ ആയിരിക്കും. പാഷൻ പ്രൊഫഷൻ ആവുമ്പോഴാണ് ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നത്. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ആണ്, ഓരോരുത്തർക്കും ഓരോ അപേക്ഷയുമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു നിയമവശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നിയമവശത്തിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണല്ലോ നീതു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇഷ്ടപ്പെട്ടാണല്ലോ പഠിച്ചത്. പക്ഷെ ഈ പ്രവാസിയായിട്ട് ഇവിടെ വന്നപ്പോൾ ആ തൊഴിലല്ല ചെയ്യുന്നത്. അപ്പോൾ ആ തൊഴിലിനോട് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ അതോ ആ തൊഴിൽ ഇല്ലാതെ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇപ്പോഴും അതോ അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു വിഷമം മനസ്സിലുണ്ടോ? എന്താണ് നീതുവിന് പറയാനുള്ളത്? KK പറഞ്ഞതുപോലെ ഇപ്പം ചെയ്യുന്ന ജോലി ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. കാരണം ജോലിയാണല്ലോ എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ചെറിയൊരു വിഷമം ഉള്ളിലുണ്ട്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൊസൈറ്റി, നമ്മൾ കാണുന്ന ഒരു വ്യൂ ഓഫ് പോയിന്റും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ പഠിച്ച തൊഴിലല്ലാണ്ട് നമ്മൾ വേറെ തൊഴിൽ ചെയ്യുന്ന തമ്മിൽ ഡെഫിനറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് 2 തട്ടം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പ്രൊഫഷൻ പൊങ്ങി തന്നെയായിരിക്കും.
വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം ഒരു എഞ്ചിനീയറായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു എഞ്ചിനീയർ എന്നുള്ളൊരു വാല്യൂ എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ലോയർ ആണ്, ഞാൻ ലോയറായിട്ട് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ റെസ്പെക്ട് കിട്ടാറുണ്ട്. അപ്പം ഇപ്പം ചെയ്യുന്ന കമ്പനിയുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷൻസ് കോർഡിനേറ്ററാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിയമപരമായ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. പക്ഷെ സ്റ്റിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു 50% ഹാപ്പിയാണ്, 50% എനിക്ക് ഇപ്പോഴും എൻ്റെ പ്രാക്ടീസ് ആ ഒരു ലോകം കോട്ടിട്ട് പാടി നടക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ. പക്ഷേ പ്രവാസിയായിട്ട് വന്നതിൽ ഒട്ടും ഹാപ്പി അല്ലെന്നല്ല, നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഒരു 90% ഞാൻ ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഇപ്പം കെ പറഞ്ഞു, നീതുവും പറഞ്ഞ് അവർ പഠിച്ചതോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ജോലിയല്ല ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. ഐ തിങ്ക് ഇപ്പം ഇവിടെ നമ്മുടെ കുവൈറ്റിൽ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്. അതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? റോസ് ചോദിച്ചത് ഒരു അടിപൊളി പോയിന്റാണ്. ബിക്കോസ് എനിക്ക് നോർമലി ഞാനിപ്പം ഒരു അഡ്വക്കേറ്റാന്ന് പറയുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ഇപ്പോൾ പല കേസസ് വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. അത് എല്ലാവർക്കും ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഞാനിവിടെ ആക്ച്വലി കുവൈറ്റ് വന്ന സമയത്ത് പല ലീഗൽ ഫേംസിനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്കൊരു ക്ലർക്ക് വർക്ക് അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയൽ പോസ്റ്റ് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് അതിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു കമ്പനി പോകുമ്പോൾ നമ്മളൊരു ലീഗൽ അല്ലെങ്കിൽ ഒരു അഡ്മിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്കോപ്പ് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്ക് അപ്പിയറൻസ് ചെയ്യാന്നുള്ളത് ഒരു എന്താ പറയുക നടക്കാത്തൊരു കാര്യമാണ്. ബിക്കോസ് ഇവിടെ കുവൈറ്റീസ് ആണ് നോർമലി പ്രാക്ടീസ് അപ്പിയറൻസ് ഒക്കെ ചെയ്യുന്നത്. നമുക്കൊരു ഒരു അഡ്മിൻ എന്നുള്ളൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റിംഗ് സ്കില്ല് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൽ നിന്ന് കണ്ട് കാര്യങ്ങൾ പഠിക്കാം, പക്ഷേ അപ്പിയറൻസ് എക്സ്പെർട്ടീസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ILF എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, ഞാൻ അതിൻ്റെ മെമ്പർ കൂടിയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാതെ നമ്മുടെ ലീഗൽ ഫേംസിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഇന്ത്യൻ എംബസി ത്രൂ നമുക്ക് വേണ്ട കേസസ് നമുക്ക് മൂവ്മെന്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പിയറൻസ് എന്ന് പറയുന്നൊരു കാര്യം ഡെഫിനറ്റ്ലി ആസ് എക്സ്പെർട്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫാർ എൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അഡ്മിൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഒരു ഡ്രാഫ്റ്റിംഗ് സ്കില്ലൊക്കെ ഉള്ള ആൾക്ക് ഒരു ലീഗൽ ഫേമിൽ വർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ആസ് പെർ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനും പിന്നെ ഞാൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. പറഞ്ഞ കുറേ ഇൻഫർമേഷൻസ് സത്യം പറഞ്ഞ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞ നിയമവശങ്ങൾ. എനിക്കൊരു സംശയം, ഞാനിവിടെ കുവൈറ്റിൽ വന്നിട്ട് 22 വർഷക്കാലത്തോളമായി. കുവൈറ്റിൽ ഓരോ നിയമങ്ങൾ നല്ല നല്ല നിയമങ്ങളാണ് വരുന്നത്. നിയമങ്ങൾ ഓരോ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നു. ലോ അമെൻമെന്റ്സ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലേമാൻസ് തൊട്ടുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ എക്സിറ്റ് പെർമിറ്റ് ഉണ്ട്. എക്സിറ്റ് പെർമിറ്റ് ഉണ്ടായെങ്കിൽ എടുത്താൽ മാത്രമേ സ്പോൺസറിനെ എടുത്താൽ മാത്രമേ വെളിയിലോട്ടുള്ള രാജ്യങ്ങൾ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ ഇപ്പോഴും പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എല്ലായിടത്തും എത്തിപ്പെടണമെന്നില്ല, ചിലപ്പം സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആക്സസ് ആവണമെന്നില്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക എന്നൊന്ന് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് എങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റും? ഇപ്പൊ കേക്ക് ചോദിച്ചത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ എക്സ്പെർട്ടീസിന് നമുക്ക് അറിയില്ല ശരിക്കും എന്തൊക്കെ നിയമമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കഴിക്കുമ്പോഴത്തേക്ക് കുവൈറ്റിലെ നിയമം മാറിയെന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കുവൈറ്റിന്റെ ന്യൂസസ് അപ്ഡേറ്റ് ചെയ്യുന്ന പേജസ് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. രാവിലെ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നിയമം മാറി ഇതിങ്ങനെ അമെൻഡായി എന്നുള്ള ഓരോ ഇൻഫർമേഷനാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പാരന്റ് ആണ്. അപ്പം എനിക്ക് ഈ കുട്ടികളെ നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ഫാദറിന്റെ കൺസേൺ ലെറ്റർ വേണം എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം എല്ലാവരും ട്രാവൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സമ്മർ ലീവ്സ് ആണ്. അപ്പം മിക്ക ഫാമിലീസും ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ഈ ഒരു നിയമം വന്നു എന്ന് നമ്മളോട് പറയുന്നുണ്ട്. സോ ഫാർ നമ്മളിപ്പം എയർപോർട്ടിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം നമുക്ക് ഇതൊരു ഷുവർ അല്ല അത് വന്നിട്ടുണ്ടോ എന്ന് പോലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസിനെ നാട്ടിൽ പോകാനിരുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ബട്ട് തിരക്കി ഇപ്പം ഞങ്ങൾ നോർമലി ഇപ്പം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ മന്ദൂരോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഒരു ടൈപ്പിംഗ് സെന്റർ ആസ് എ ലെയ്മാൻ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു എക്സ്പെർട്ടീസ് ഒരു
എന്താ പറയുക, നമ്മുടെ ഒരു ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ദൂബിനെയോ അല്ലെങ്കിൽ നമ്മുടെ പോയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ നിയമം വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയുന്നത്. അപ്പം അത് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് നിയമം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അവർ നാട്ടിൽ പോകാനുള്ള രീതിയിൽ എയർപോർട്ടിൽ പോയി. അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവർ പോയി. അത് കഴിഞ്ഞ് കുറേ പേർക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതുപോലെ ലെറ്റർ വേണം. ബിക്കോസ് ഇപ്പം നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞു, നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു, നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതുപോലെ ലെറ്റർ ഉണ്ടാക്കണോ, അതിപ്പോൾ ഇത് അന്ന് തൊട്ട് ഈ പോകുന്നവരെ വാലിഡ് ആണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഇപ്പം നോർമലി എല്ലാവർക്കും ഉള്ളൊരു മെയിൻ കൺസേൺ തന്നെയാണ്. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോയർ എന്നുള്ള നിലയ്ക്ക് നമുക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് പറയാൻ. കാരണം നമുക്ക് അൺടിൽ നമുക്ക് ആ സിറ്റുവേഷൻ വരുന്നവരെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം എനിക്ക് ആസ് എ ലോയർ എനിക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്നോട് ഇങ്ങനെ നമ്മുടെ അവർക്ക് സാലറി ഇഷ്യൂസ് കാരണം അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, അപ്പോൾ അവർക്ക് അവരുടെ കമ്പനി വിസ കൊടുക്കുന്നില്ല, മീൻസ് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ സാലറി ഡിലേ ആണ്, അപ്പോൾ അവർക്ക് നെക്സ്റ്റ് എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്, പിന്നെ ഇപ്പം ഖാദിം വിസയിൽ ജോലി ചെയ്യുന്ന 1-2 ആൾക്കാർ എന്നെ ഇങ്ങനെ അവർ ലോക്ക്ഡ് ആണ്, അപ്പോൾ അവർക്ക് വേറെ സ്പോൺസിബിലിറ്റി പോകാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോർമലി എനിക്കിപ്പോൾ ഒരു പ്രാക്ടീസിങ് അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ അവരോട് ഇൻവോൾവ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഏതെങ്കിലും ലോയേഴ്സിൻ്റെ ഇവിടെ ഇപ്പോൾ ലീഗൽ ഫേംസിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്, അവരുടെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മാക്സിമം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മന്ദൂബിനോട് സംസാരിക്കുക, ഇപ്പം മന്ദൂബിനോട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ഇവരോട് പാസ് ചെയ്യുക. പിന്നെ ഇന്ത്യൻ എംബസിയിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേ ബി കൗൺസിലേക്ക് സെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം. പിന്നെ ILF എന്ന് പറഞ്ഞ നമ്മുടെ സംഘടനയുണ്ട്, അപ്പം അവിടെ ലോയേഴ്സ് ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. അവർക്ക് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ലോയേഴ്സാണ്, അപ്പം നമുക്ക് അവരോട് ഇൻഫർമേഷൻസ് ചോദിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് പാസ് ചെയ്യാന്നല്ലാണ്ട് ഒരു പ്രോപ്പർ ലീഗൽ ഒപ്പീനിയൻ പറയാൻ ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ബി ഫ്രാങ്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ഡൗട്ട് ചോദിക്കാം. അതിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ അടുത്തുമായിട്ട് ചോദിക്കുന്ന നീതുവിൻ്റെ അടുത്തും നീതു കിരണിൻ്റെ അടുത്തും KK അടുത്തും. ഇവിടെ ഇപ്പോഴേ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡേ ബൈ ഡേ ഇവിടുത്തെ ലോ ചേഞ്ച് ആവുമെന്ന് പറയുന്നുണ്ട്. സോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ഒരുപാട് ന്യൂസും വരുന്നുണ്ട്. എന്താണ് ശരിക്കും, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിത് തിരക്കേണ്ടത്, ഇത് എങ്ങനെ പ്രോപ്പർ ചാനലിൽ അറിയാൻ പറ്റും? കാരണം ഒരുപാട് പേർക്കുള്ള സംശയമുണ്ട് സാധാരണക്കാർക്ക്. സോ ഇതൊന്ന് പറയുക. ഇപ്പം റോസ് ചോദിച്ച ക്വസ്റ്റ്യനോട് ഞാൻ എങ്ങനെ ഒരു നോർമൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ആസ് എ ലോയർ എനിക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞു തരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു സേ ദാറ്റ്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു പ്രശ്നം വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ബ്ലൈൻഡ്ലി ഞാൻ ആദ്യം വിളിക്കുന്ന മന്ദൂബിനെ ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു നിയമം എക്സിസ്റ്റിംഗ് ഉണ്ടോ, അപ്പം നമ്മളത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ മന്ദൂബിനെ ആയിരിക്കും. ഇഫ് ഇൻ കേസ് എനിക്ക് മന്ദൂബിന് നിന്ന് പ്രോപ്പർ ഒരു റെസ്പോൺസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കുവൈറ്റിലല്ല നോർമലി എല്ലാ GCC കൺട്രീസിലും ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേഷൻ സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പം ട്രാൻസ്ലേഷൻ സെൻറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയുള്ള ഒരു 80% ഇൻഫർമേഷൻ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അത് ഒരു പോയിന്റാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു പോയിന്റ് മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിൽ അൺലെസ് നമ്മളെ സിറ്റുവേഷനിൽ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന എല്ലാ ഇൻഫർമേഷൻസും ഹാഫ് തന്നെയായിരിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷനോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രം നമുക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പം എക്സിറ്റ് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പം പറഞ്ഞ മാതിരി നഴ്സുമാർക്ക് ഓൾറെഡി എക്സിറ്റ് പെർമിറ്റ്സ് എന്താണെന്നുള്ളവർ അവർക്കറിയാം. ബിക്കോസ് അവർ മിനിസ്ട്രി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ് എല്ലാം അവർക്കറിയാം. പക്ഷേ ആസ് എ നോർമൽ പേഴ്സൺ ഇപ്പം ഞാൻ പോകുമ്പം എനിക്ക് സോഫാർ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അണ്ടിൽ അൺലെസ് ഞാൻ ട്രാവൽ ചെയ്യാതെ എനിക്ക് അറിയില്ല അത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നവരെ എന്തൊക്കെ കൺസേൺസ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യം സോഫാർ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ ട്രാവൽ ചെയ്യുന്നില്ല. ഞാൻ എന്ന് ട്രാവൽ ചെയ്യുന്നു അന്നായിരിക്കും ഞാൻ ആ ഒരു ലോയിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പല നിയമങ്ങളും നമ്മൾ അണ്ടിൽ അൺലെസ് നമുക്ക് ആ ഒരു ഡീപ്പ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നവരെ നമുക്ക് ആ ഒരു പ്രോപ്പർ ചാനൽ ഉണ്ടാവില്ല. ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റോസ് ഇപ്പം എന്നോട് നീതു ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ മേ ബി ഐ ഹാവ് ടു ബിലീവ് ദാറ്റ്. ഇപ്പം KK എന്നോട് പറയുകയാണെങ്കിൽ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് നിയമം, മേ ബി എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സിറ്റുവേഷൻ ആകുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ഒരാൾക്ക് മാത്രമേ നമ്മൾ അതിനകത്തൊരു ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ തന്നെയാണ്. ഐ കൻ കോഡ് ഇൻ സിറ്റുവേഷൻ. അല്ലാണ്ട് ഒരു നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള ഒരു സോഴ്സ് ഓഫ് ചാനൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ അറബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡയറക്റ്റിൽ ജവാസാത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളുണ്ടാവില്ല. നമുക്കിപ്പം
മുരൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് നിയമം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, അപ്പം ഞാൻ എന്താണ് നെക്സ്റ്റ് പ്രോസസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നമ്മുടെ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ അറബിക് ആണ് കുവൈറ്റിൽ മെയിൻ ഒരു ലാംഗ്വേജ്. അപ്പം നമ്മളിപ്പം ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും സോഫ നമുക്കൊരു 50% ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ഒരു അറബിക് ലാംഗ്വേജ് നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതിനപ്പുറം നമ്മളൊരു നോർമൽ എക്സ്പെർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഈച്ച് അതർ നമ്മൾ പറഞ്ഞ് ബിലീവ് ചെയ്ത് പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോയറോട് ചോദിക്കാം. അപ്പോൾ ലോയറിന് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റൻ. ലോയർ ഇൻഫർമേഷൻ കിട്ടുന്ന ഓഫ്കോഴ്സ് അവർക്ക് ഉണ്ടാകുന്ന കേസസ് അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ എക്സ്പെർട്ടീസ് വിളിക്കുന്ന കോൾസിനായിരിക്കാം. ചിലപ്പോൾ അവരുടെ മന്ദൂപ്പായിരിക്കും. ചിലപ്പോൾ അവർ കുറച്ചും കൂടി ലീഗലി ക്ലോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നമ്മൾ കുറച്ചും കൂടി ഗൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ആസ് എ തേർഡ് പേഴ്സൺ ഐ കൻ കോട്ട് ഇൻ ഓൺലി സിറ്റുവേഷൻ. ഞാൻ നീതുവിൻ്റെ അടുത്ത് നീതു കിരൺ ഒരു കാര്യം ചോദിക്കാം. കുറച്ച് പിന്നിലേക്കുള്ളൊരു കാര്യമാണ്. ലോ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ആഗ്രഹം കാണുമല്ലോ, എന്താവണം, എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീം കാണും ഈ പഠിക്കുന്നത് കൊണ്ട്. ശരിക്കും എന്താവണമെന്ന് ആഗ്രഹം? ലോ പഠിക്കുന്ന സമയത്ത് ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ 2016 ലോ ഗ്രാജുവേറ്റ് ആവുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാ പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർക്കും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എന്താകും എന്നുള്ളൊരു ക്വസ്റ്റിന് എല്ലാവർക്കും ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമൊക്കെ ഉണ്ടാവാം. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ലോയിലോട്ട് വരുന്നത് വരെ എനിക്ക് പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള യാതൊരു ആംബിഷൻസ് ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഞാൻ LLB ചൂസ് ചെയ്തത്. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഞാൻ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കോടതി എന്താണ്, അതിൻ്റെ ലൈഫ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എത്ര ഒരു ക്രൗഡഡ് ഏരിയ ആണെന്നുണ്ടെങ്കിലും എത്ര ഒരു സീരിയസ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു മജിസ്ട്രേറ്റ് ഒക്കെ വന്നിരിക്കുമ്പോൾ ഒരു പവർ ഒരു വേറെ ലെവൽ പവറാണ്. അപ്പം പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആ പൊസിഷനോട് എനിക്ക് ഭയങ്കര ഒരു ആരാധനയായിരുന്നു. അപ്പം എനിക്കൊരു മജിസ്ട്രേറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നടന്നില്ല. പക്ഷെ ഞാനിവിടെ ഇരുന്നും കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഏജ് ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് എന്താ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇതുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇനി എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ആകുമായിരിക്കും. പല എപ്പിസോഡിലും പറയുന്ന പോലെ ഒരു അറിവും ചെറുതല്ല. ഇൻഫർമേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫർമേഷനാണ് നമുക്ക് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് കൂട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റോസ് ചോദിച്ച പോലെ കുവൈറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന അമെൻമെന്റ്സ്, നിയമങ്ങളുടെ ഭേദഗതികൾ കൃത്യമായിട്ട് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഡ്വക്കേറ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം നമുക്ക് കൂടുതലും സോഷ്യൽ മീഡിയസിൽ നിന്നൊക്കെയാണ് സാധാരണ ലേമൻസ് ഉള്ള സാധാരണ ആൾക്കാർ പ്രത്യേകിച്ച് പ്രവാസികൾ അറിയുന്നത്. അല്ലെങ്കിൽ നേരത്തെ നീതു പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറബി കൃത്യമായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് മിനിസ്ട്രിയിൽ പോയൊക്കെ കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് ഡയറക്റ്റായിട്ട് കിട്ടുന്നു. അതുകൊണ്ടാണ് ഈ ടൈപ്പിംഗ് സെൻറ്റേഴ്സിന് കൂടുതലും പ്രത്യേകിച്ച് മലയാളികൾ ആശ്രയിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ടൈപ്പിംഗ് സെൻറ്റേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ തന്നെ കറക്റ്റ് ഫാക്ട്സ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ റീച്ച് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് കൂടുതലും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ അഡ്വക്കേറ്റ്സിനെ മാത്രം വിളിച്ചുകൊണ്ട് മാത്രം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു അറിവും ചെറുതല്ല. ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്ക് വിശ്വാസം നൽകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം ഇൻഫർമേഷൻസ് അഡ്വക്കേറ്റ് നീതു കിരണിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ ആശയങ്ങളുള്ള എപ്പിസോഡുമായിട്ട് ഞാനും റോസും കൂടെ വരുന്നതായിരിക്കും. കോഫി ദ ടോക്സ് ആൻഡ് സ്റ്റോൺ സ്റ്റോറി പോഡ്കാസ്റ്റ് ഈസ് വൈൻഡിംഗ് അപ്പ്. താങ്ക് യു. KK signing out with Ross. Thank you very much.